രാത്രി ഫുള്ള് അത്യാവശ്യം നല്ല മഴയാണ്. രാവിലെ നല്ല മഴ. സിംബ നോക്കിയിട്ടുണ്ട്, എന്നെ ഒന്ന് അഴിച്ചു വിടാവോ നോക്ക്. അവിടെ കിടന്നോട്ടാ. കണ്ടോ കണ്ടോ. രാവിലെ സാമ്പാറും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. സാമ്പാർക്ക് കഴിക്കണ്ടേ. ഇതുകൊണ്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സാധനം നമുക്ക് നമ്മൾ കാണുന്നുണ്ട്. പച്ചക്കറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ സംഭവം. എനിക്ക് സാമ്പാറിനകത്ത് ഇടുന്നത് ഇഷ്ടമില്ല. സാമ്പാറിനകത്ത് ഒരുപാട് കഷ്ണങ്ങൾ ഇടുന്നതും താല്പര്യമില്ല. പരിപ്പ്, തക്കാളി, പിന്നെ കിഴങ്ങ്, പിന്നെ എന്തെങ്കിലും ഒരു ചിങ്ങപ്പയർ എന്തെങ്കിലും. ചേനയുണ്ട് ഇഷ്ടമാണ്. അല്ല ഈ ഒരുപാട് ഈ മറ്റേ എന്തോന്നാ ഈ സംഭവവും പിന്നെ എന്ത് ഈ സംഭവം ഇപ്പം ഇടുന്നത് താല്പര്യമില്ല. മത്തങ്ങായോ ഒന്നും എനിക്കിടുന്ന സാമ്പാറിനൊക്കെ ഇടുന്നത് ഇഷ്ടമേ അല്ല. മതിയോ? അമ്മ താഴെ കൊച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടി വരണ്ടേ? കുഞ്ഞിന് സാമ്പാർ വേണം. സൂപ്പർ സാമ്പാർ. പൊടി അല്ല പൊടി ഞാൻ എടുത്തുതരാം. നോക്കണം. ചേച്ചി ചോദിച്ചില്ലേ? ചേച്ചി കുളിക്കുന്നതല്ലേ ഉള്ളൂ. സൂപ്പറാണോ? എനിക്ക് വേണ്ട പോന്നാ. വാ നീ പോന്നില്ലേ? ചെരുപ്പിട്. വാ തിരിച്ചു പോയല്ലോ. ഒന്ന് ചെറിയ മടിയായിരുന്നു എഴുന്നേക്കാനൊക്കെ. ഇച്ചിരി താമസിച്ചായിരുന്നു എൻ്റെ. വാടി സമയമായി. ബാ എന്നാ ഇന്ന് രാവിലെ കൊണ്ട് എഴുന്നേക്കാൻ താമസിച്ചു. സ്കൂളിൽ പോകാൻ കുഴപ്പമൊന്നുമില്ല. മടിയൊക്കെയാ. അല്ല മടിയല്ല, പോകാമെന്നൊക്കെ ഉള്ള പരിപാടിയാണ്. പോയേക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്നാ വിഷയം എന്നാ? കഴിഞ്ഞോ? എന്താ കഴിഞ്ഞാന്നോ?
തന്നെ പേടിയാ. ഇപ്പോൾ തിന്നുന്നില്ല. വാ, ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ. ആ, ഇന്നൊന്നും നേരമില്ല. ആരോടും മിണ്ടണ്ട, വിട്ടുപോയേക്കാം. ഇല്ല, ബസ് പോടി, ബസ് പഠിച്ചോണ്ട് ഞാൻ പോവേ. പോയി. അതല്ലെന്ന് ചേച്ചി സ്കൂളിൽ വരുന്നുണ്ടോന്നു. സ്കൂളിൽ ആരും വരത്തില്ല, നീ തന്നെ പോകണം എപ്പോഴും. എന്നും പോകുന്ന പോലെ, ഒരു മാറ്റവും ഇല്ല അതിന്. ഉണ്ടോ? ജയമൊന്നുമില്ല. വാ, വരട്ടെ. ആർക്കറിയാം. എന്താ കൊച്ചിനെ വിടണം എവിടെ? സ്കൂളിൽ. ഹായ്. വീട്ടില് വണ്ടി എപ്പോഴാണ്? ബസ് എപ്പോഴാ? ഇപ്പൊ വരും. ഇപ്പൊ വരും. ചേച്ചി എപ്പോഴാ? അമ്പലത്തിൽ പോവാ. എനിക്ക് നമുക്ക് പ്രസാദം കഴിക്കാം. അമ്പലത്തിൽ നമുക്ക് സ്കൂളിൽ പോയിട്ട് കഴിക്കാം. സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് സ്കൂളിൽ പോയിട്ട് കഴിക്കാം. പ്രസാദവും പായസം അവിയലും ഒക്കെ. അല്ല, പായസവും പ്രസാദവും എല്ലാം ഒക്കെ ഉണ്ട്. കേട്ടോ? കേട്ടോ. മതിയോ? മതി. നല്ലൊരു ദിവസമാണ്. അതുകൊണ്ട് ഒരു അമ്പലത്തിൽ പോകണം. പിറന്നാളല്ലേ, പിറന്നാൾ. ഹാപ്പി ബർത്ത്ഡേ. ഒരു കൂട്ടാളിയുടെ ജയമയുടെ കൂട്ടാളിയുടെ ബർത്ത്ഡേ അല്ലേ ചേച്ചി? അപ്പ നാളെ ജയമയുടെ കൂട്ടാളിയുടെ ബർത്ത്ഡേ ആണ്. കേട്ടോ? പെട്ടെന്ന് വാ. ചേച്ചി ഒരു കയ്യെ പിടിച്ചോണ്ട് വാടി ഇങ്ങോട്ട്. മതിയോ? മതിയോ? മതി. വിടാതെ ഇങ്ങ് വന്നേ. ഒരു തുറന്നാകത്ത് അമ്പലത്തിൽ പോവാം. അന്ന് ആദ്യം ഞാൻ ഉണ്ടെന്ന് സമ്മ. ഞാനിതൊക്കെ ചെറുക്കുന്നുണ്ടല്ലോ. എല്ലാരും ചേച്ചി ബസ് വന്നോ? ഇപ്പൊ വരൂടി. എന്തെങ്കിലും വിഷയമുണ്ടോ? ആന്റിയുടെ നിറമല്ല. ആന്റിക്ക് നിറമുണ്ടോ? ആൾക്കാർ തെറ്റിദ്ധരിക്കും കേട്ടോ. നീ ഇങ്ങനെ നിറമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നീ ഡ്രസ്സിന്റെ നിറം ചോദിക്കുന്നത് നമുക്കല്ലേ അറിയത്തുള്ളൂ. എനിക്കറിയത്തില്ലേ, അത് കണ്ടാലല്ലേ അറിയത്തുള്ളൂ. വരണം, വരട്ടെ, വരും. ബസ് കയറട്ടെ, എന്നിട്ട് നോക്കാം. ബസ് വരട്ടെ. ബസ് വരാതെ എങ്ങനെ അറിയുന്നേ? ഇന്നലെ എന്നായിരുന്നു? ഇന്നലെ നീ പറ. ആ, ഓക്കെ, താങ്ക് യു. ആ, മതി. മതിയേ, മതി. ചെള്ളയൊന്നുമില്ല, വെള്ളമാ. ഇന്ന് ഇരിക്കണ്ട കേട്ടോ, ഇരിക്കണ്ട. അവിടെ കസേര, ആ കസേര പോയി ഇരിക്കേണ്ടത്. ഇപ്പൊ ബസ് വരും, പെട്ടെന്ന് വരും.
ഇവിടെ നിന്നാൽ മതി. അവിടെ നിൽക്കാം, ബസ് വരുന്ന നോക്കാം. ഇവിടെ നിൽക്കാതെ അവിടെ ബസ് വരുന്നുണ്ടോ നോക്കാം അങ്ങോട്ട്, ആ പാലത്തെ. ബസ് ഇപ്പോൾ വരും, എല്ലാ കളറിലെ. അങ്ങോട്ട് നോക്കണേ. ഇതുണ്ടോ എല്ലാ കളറിലും? ഇതുണ്ടോ? അത് ഇവളുടെ ബസ്സല്ലേടി? എന്നാൽ താഴോട്ടിറങ്ങിയില്ല. എനിക്ക് ഇവിടെ അവിടെ നോക്ക് ബസ് വരുന്നുണ്ടോ നോക്കാം. പിടിച്ചടി. അപ്പോൾ പിടിക്കാം. പിടിക്കാടി. എങ്ങും പോകുന്നില്ല, ഇവിടുന്ന് ബസ്സൊക്കെ കയറുമല്ലേ. പിന്നെ അതിനാ ഞാൻ പിടിക്കുന്നത്. എന്നാ കാറി കഴിഞ്ഞാൽ അവരെ ബസ്സൊക്കെ കയറ്റി കൊടുത്തില്ല കേട്ടോ. ആ ബസ് എന്ത് ആ ബസ് അല്ലായിരുന്നോ? അതിനെന്തായാലും കൂടി വെക്കണം, എന്നാൽ നമുക്കറിയാൻ പറ്റും കറക്റ്റ് ഏത് ബസ്സാണ്. ഇതിപ്പോൾ സ്കൂൾ ബസ്സെല്ലാം കൂടെ ഒത്തിരി ഉള്ളതുകൊണ്ട് ജയ വരുന്നത് നോക്കുവാണോ? ശാന്തരി ഒന്നും കൊണ്ട് കളയരുത്. ആ ബസ് എല്ലാവരും തോന്നും അല്ലേ? ഞാനിപ്പം വരേണ്ട സമയമായി. മറ്റേ അതിൻ്റെ എത്രയായിരുന്നു പറഞ്ഞില്ലായിരുന്നു? എവിടെ? അത് കൊണ്ടുവന്നതിൻ്റെ മറ്റേതിൻ്റെ ഇട്ടായിരുന്നു. ഇതിൻ്റെ എത്രയാന്ന് പറഞ്ഞില്ലായിരുന്നു? ബസ് എവിടെ പോയോ? ആ ബസ്സല്ലായിരുന്നു, വേറെ ബസ്സാണ് വരും. വേറെ മർഫി ജെ മർഫി നാരായണി പോകാൻ പോയി നോക്കുന്ന സ്കൂളില്ലേ, ആ സ്കൂളിലെ ബസ്സാണ്. ഇല്ല. ആ എന്നാ അതാ ചിലപ്പോൾ അതായിരിക്കും, അതിൻ്റെ പുറകിലായിരിക്കും. 2 ഉണ്ട് ഈ സമയത്ത്. ബസ് വന്നില്ലടാ, വരൂടാ. എല്ലോ ബസ് അടി. വേറെ അല്ല എല്ലോ. എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത് പറ. എന്തിനാ കരയുന്നത് പറ. ഞാനും കരയാ. ചാക്കോയോ? ചാക്കോ അല്ല ചാക്ക. ചാക്ക ഇത് ബസ് വരുന്നതാണ് ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ. നീ ഇവിടെ വന്നേക്ക്. ആ ബസ്സല്ലേ? ആ എന്നാ വന്നോ. ഇല്ലടി, അത് വേറെ ബസ്സാണ്. ഇതേ വന്നു, ഇത് കണ്ടോ ശമ്പയുടെ ബസ് വരുന്നുണ്ടോ? ആ ബസ് വന്നു. ചോദിക്കോ എന്നാടി ചോദിച്ചാ? ആന്റി എന്റെ പാടാന്നോ? ഓ നല്ല തേങ്ങ. ഉണ്ട് ഇടയ്ക്ക്.
പാലം കിടന്ന് കുലുങ്ങ വണ്ടി വരുമ്പോൾ. ഇടുക്കിയിലേക്കുള്ള കവാടം. ഈ പാലം തീരുന്നതോടുകൂടി ഇടുക്കി ജില്ല ആരംഭിക്കുന്നു. ഇടുക്കി ഇപ്പം നമ്മൾ ഇടുക്കിയില്ലടി. ഇപ്പം ആരാണ് കോട്ടയം? അല്ല കഴിഞ്ഞു. ഈ വരുന്ന ലോറി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ കണ്ടാലും എൻ്റെ വീഡിയോ എടുക്കും. എടീ പിന്നെ എന്തേ കോട്ടയം ജില്ലയിലോട്ട് കയറാൻ പോവാ ഈ പാലം കിടന്ന്. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ നിന്ന് വന്ന് ഇടുക്കി ജില്ലയിൽ കൂടെ കയറി വീണ്ടും കോട്ടയം ജില്ലയിലോട്ട്. ശരിക്കും നമ്മൾ ഇടുക്കിയാന്ന് പറയാൻ കോട്ടയത്തിന് അറ്റത്തില്ലേ? അതുകൊണ്ടത്തിന് ഇടുക്കിയാന്ന് പറയുന്നത് കോട്ടയത്തിൻ്റെ അറ്റത്താണെങ്കിൽ. എനിക്ക് പിന്നെ അതാ ഇഷ്ടം ഇടുക്കി ജില്ല എന്നൊക്കെ പറയാൻ പോലെ. നീ എന്നാൽ ഇപ്പുറത്തൊരു വീട് വെച്ച് ആവശ്യം ഈ പാലത്തിൻ്റെ. ഇതുണ്ട് ഇവിടെ നിന്ന് 4 പോലെ അങ്ങോട്ടാണ് ഇടുക്കി. അവരൊക്കെ ഇടുക്കിയാ, ഇവരൊക്കെ ഇടുക്കി, പക്ഷെ ഇവരൊക്കെ കോട്ടയം. കോട്ടയം ജില്ലയിലെ ആദ്യത്തെ വീട്. അണ്ണച്ചി ഉണ്ടോ എന്തോ, എഴുന്നേറ്റ് കാണത്തില്ല ഉണ്ടേലും. മുട്ടപ്പഴം നിൽപ്പുണ്ടല്ലോ മേളി. ഇവിടെ ഇറങ്ങിയിട്ടില്ല. Thank you. എല്ലാം തുറന്നു നോക്കിയേ. വടയൊന്നുമല്ല, അവൻ ചുമ്മാ. ഞാൻ പൈസക്ക് ചോദിച്ചിട്ട് അവൻ പറഞ്ഞു പൈസക്കൊന്നും തരാനില്ല, കഴിക്കാൻ വേണം തരാന്. അങ്ങനെയുണ്ട്. ഉഴുന്നോടെ ഞാൻ ചോദിച്ചത്, ഉഴുന്നോടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അവൻ നെയ്യപ്പം വേണം തരാം. അങ്ങനെയുണ്ട്. തിന്ന് കാണിക്ക. ഭയങ്കര കട്ടിയാണ്, സോഫ്റ്റാ. നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും ആ കണ്ണാടി നോക്കുമ്പോൾ. ഞാൻ ഒത്തിരി വണ്ണം അല്ലെന്നേ, ഇതിലും വണ്ണം ഉള്ളവരുണ്ട്, ഇതിലും കുറഞ്ഞവരും ഉണ്ട്. ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ വിട്ടു, പാവങ്ങളാ ഞങ്ങൾ. ആര് പറഞ്ഞു? ആരാ പറഞ്ഞെന്ന് പറ. അപ്പൊ എന്റെ ഭാര്യ നീ അല്ലേ? നിന്നെ ഞാൻ അങ്ങനെ പറയുമോ? പോരെ, മതിയോ? നിനക്ക് സൗന്ദര്യം ഇല്ലെന്ന് ആരാ പറഞ്ഞേ? എന്നാൽ പിന്നെ ഞാനല്ല, നിന്നെ സൗന്ദര്യം ഇല്ലാത്ത നിന്നെ കേട്ടാ ഊളനല്ല ഞാൻ. എനിക്ക് ഇത്രയൊക്കെ മതിയായിരുന്നു, അതുകൊണ്ടാ. മാറിയാണ്ട് അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ. അവിടെ വരെ കയറും.
എൻ്റെ ആറ് തന്നെ റെഡി ആകുമെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞില്ലേ അവർ വെച്ചല്ലേ? ആരാണ്ട് അഡ്മിഷൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവാം. കമ്പ്യൂട്ടർ സയൻസാണ് എനിക്ക് കൊടുത്തിരുന്ന മെയിനായിട്ട്. അത് കിട്ടത്തില്ല, കൊമേഴ്സ് ആയിരിക്കും മിക്കവാറും. രാവിലെ മുതൽ അത്യാവശ്യം നല്ല മഴയാണ്. കഞ്ഞി ഇട്ടു. മഴക്കാലത്ത് വിറകെല്ലാം നനഞ്ഞിരിക്കും. തീ കത്താൻ വലിയ പാടാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് അമ്മയുടെ അനിയത്തിയുടെ ഒക്കെ കൂടെ ഞാൻ മൂകാംബികയ്ക്ക് പോകും. അവരവിടെ ആദ്യമായിട്ട് പോവാം. അപ്പം ഞാൻ എന്നോടുകൂടെ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും. ശാംഭവിയെ രാവിലെ കൊണ്ടുവിടുന്ന വലിയ പ്രശ്നമില്ല, തിരിച്ചു കൊണ്ടിരുന്നതാണ് ഇച്ചിരി പ്രശ്നമുള്ളത്. അത് നമ്മുടെ താഴത്തെ ഷെബിയില്ലേ, ഷെബിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളി സ്കൂട്ടറെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാരായണി അങ്ങനെ ഇറങ്ങി ചെന്നിട്ട് ഷെബിയും കൂടെ കൂടി അവർ കൂട്ടിക്കൊണ്ട് വന്നോളൂ. പിന്നെ ശ്യാമളമ്മ ചിലപ്പോൾ ഇന്ന് വരുമായിരിക്കും. കുറച്ച് ഇതുകൂടെ കിട്ടിയിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് കുറച്ച് പരിപാടിയുണ്ട് നമുക്ക്. അതൊക്കെ സാവധാനത്തിലാകത്തുള്ളായിരിക്കും, എന്നാലും സമയം കിട്ടുന്ന പോലെ ചെയ്യണം. നാരായണയുടെ അഡ്മിഷൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലോട്ട് എല്ലാം പറഞ്ഞ് ഞാൻ സ്കൂളിലോട്ട് പോയേക്കുക. നാരായണയുടെ അഡ്മിഷൻ്റെ കേസെല്ലാം ഓക്കെ ആയി. അവിടുത്തെ കുറേ ടീച്ചർമാരൊക്കെ നമുക്കറിയാമോ. ഞാൻ പഠിച്ച സ്കൂളാണ്, പക്ഷെ ഞാൻ പഠിച്ചപ്പോൾ ഉള്ള ടീച്ചർമാരല്ല. ഇവരൊക്കെ ഇപ്പം അവരൊക്കെ മാറിയിട്ട്, എന്നാലും നമ്മുടെ ചാനലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പേരൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഇതൊക്കെ എളുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്നെല്ലാം റെഡിയായി കിട്ടി. ഇപ്പം വിളിച്ചായിരുന്നു. അഡ്മിഷനൊക്കെ ഓക്കെയാണ്. യൂണിഫോം സംഭവങ്ങളെല്ലാം സെറ്റ്. പോകുന്നതിന് മുമ്പ് കുറച്ച് എഡിറ്റ് ചെയ്ത് തീരാനുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് പപ്പായുടെ അടുത്ത് കയറിയിട്ട് അവർ വരത്തോളം തോന്നി. ഇപ്പം തന്നെ വരുമായിരിക്കും. ഞാൻ തേറ്റിലെ വീട് അറിയാമല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ തന്നെ ഉള്ള സ്കൂള്. അപ്പോൾ കുറേ എളുപ്പമുണ്ടല്ലോ. അവിടെ ഇടയ്ക്കൊക്കെ അത്യാവശ്യമുണ്ട്, വീട്ടിലാണെങ്കിലും നിൽക്കാം. എല്ലാ ആൻറ്റിമാരുണ്ട്, എല്ലാവരും അവിടെ തന്നെ ആയതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. മാത്രം തീറ്റയൊക്കെ തീർന്നുകൊണ്ട് ഇപ്പോൾ ചോറും സാമ്പാറും ഒക്കെയാണ്. എടുക്ക് കഴിച്ചു. സിംബ യെസ്. വിരയുടെ മരുന്ന് തീർന്നു. എന്തോ ഒരു ക്ഷീണമാണ്.
എന്നായി കിട്ടിയോ? ഓ ആരാ ചോദിച്ചോ? ഞാൻ വിളിക്കാവേ. പറഞ്ഞില്ലേ എന്നാ ഏതോ 2 ടീച്ചർ ഞാനിപ്പോ ചെന്ന് കേറി. ഓക്കേടാ. നീ എന്തിയാന്ന് ചോദിച്ചായിരുന്നു 2 ടീച്ചർമാര്. മറ്റേ ജോലി പിന്നെ അവനെ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചത് അഖിലിനെ പഠിപ്പിച്ചിട്ടായിരുന്നേ. പിന്നെ ബിന്ദു ടീച്ചറ്, ജ്യോതി ടീച്ചറ്, പിന്നെ സുരേഷ് സാർ. എന്നെ പഠിപ്പിച്ചാരും ഇപ്പൊ അവിടെ ഇല്ല, എല്ലാരും പെൻഷൻ. ആര് പറഞ്ഞില്ലൊന്നും. പഠിപ്പിച്ചാരാ ഉള്ള? ആര് പഠിപ്പിച്ചവരൊക്കെ ഉണ്ട്. എന്നെയോ? ഉണ്ടെന്ന്. പിന്നെ പിന്നെ അപ്പം അവരൊക്കെ പറഞ്ഞു. ഞാൻ അനിലിനെ ചോദിച്ചു. പിന്നെ എൻ്റെ യാത്ര കാണുന്ന ജ്യോതി ടീച്ചർ. അതെന്നെ ജ്യോതി ടീച്ചർ നേരത്തെ തന്നെ അത് പരിചയപ്പെട്ടാണ്, അമ്പലത്തിൽ വെച്ചാന്ന് തോന്നുന്നു. കണ്ടു. പിന്നെ ആ ലോക്ക്ഡൗൺ ടൈമിലാണ് മറ്റേ ബിന്ദു ടീച്ചറെ കണ്ടോണ്ടിരുന്നെന്ന് പറഞ്ഞേ. മറ്റേ ടീച്ചറെ പ്രളയം തൊട്ടാണ് ഒരാള് കാണുന്നത്. പിന്നെ ഒക്കെ അറിയാമെന്ന് പറഞ്ഞു. പിന്നെ പഠിച്ചു. പ്രിൻസിപ്പള് ചെന്ന് അവിടെ ചെന്ന് പ്രിൻസിപ്പളിനെ സൈൻ വേണമല്ലോ. അവിടെ ചെന്നപ്പോഴേക്കും പ്രിൻസിപ്പൾ പറഞ്ഞു പിന്നെ എന്നാ കൊമേഴ്സാണ് എടുത്തേക്കുന്നത്, പഠിച്ചില്ല ജയിക്കത്തില്ല, പരീക്ഷ സമയത്ത് എന്നെ എടുക്കുമായിരുന്നു ചോദിച്ചു. 10ാം ക്ലാസ്സിൽ എന്നോട് ചോദിച്ചു. നമ്മള് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത്. ഞാൻ ഒന്നും നമുക്ക് അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കാണിക്കാന്ന് ഈ മാർക്കും കൊണ്ടൊന്ന് ചോദിച്ചു. ഇങ്ങനൊന്നും അല്ല ചോദിച്ചു. ഈ അമ്മ ഭയങ്കര സാധനം ഇങ്ങനൊന്നുമല്ല. വലിയ ചിരിച്ചോണ്ട് തന്നെ ചോദിച്ചു. ഈ അമ്മ ഇത് കുത്തിരിപ്പിന്റെ അങ്ങേറ്റം. ഇത് ടീച്ചറിനെ ടീച്ചർ നല്ല കലിപ്പുള്ള ടീച്ചറാണ്. ഇവിടെ പരീക്ഷ സമയത്ത് പറഞ്ഞാർക്കുമായിരുന്നു ചോദിച്ചു. ഇവിടെ വിചാരിച്ച സന്തോഷത്തോടെ തിരിച്ചാണെന്നോ. മാർക്ക് കുറഞ്ഞ അവര് ടീച്ചർമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് നിങ്ങൾക്ക് വേണ്ടി പറയുന്നോ? പിന്നെ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല പഠിക്കണം. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് പുള്ളിക്കാരി ഹിന്ദി എടുത്തേക്കുന്നത്. മലയാളം പുള്ളിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഹിന്ദി മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അത് വേറെ കേസിൽ എടുത്തേക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഹിന്ദിയോ മലയാളം നമ്മളല്ല പറഞ്ഞത്, അവളല്ല പഠിക്കുന്നത്. അല്ല എടുത്തോട്ടെ, നമുക്ക് പാടാന്ന് കണ്ടാൽ മലയാളത്തോട് മാറിക്കോളാന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. യൂണിഫോം തന്നെ അവിടുന്ന് എല്ലാം തയ്ച്ചു. നാളെ പോയി അളവ് കൊടുക്കണം. തയ്ച്ച് അവിടെ തന്നെ വരും. പെൺപിള്ളേറിന് 3300, ആൺപിള്ളേർ 2700 കണ്ടുള്ളൂ. അത് തരും. പിന്നെ ബാക്കിയെല്ലാം അടച്ചു. ഇനിയിപ്പം ഇതും പിന്നെ 1 മാസം കഴിയുമ്പോൾ ഒരു 2500 കൂടെ 2000 ആണോ അടച്ചാൽ മതി പറയും. വേറെ ഒന്നുമില്ല. ഇപ്പം 1080 രൂപ കൊടുത്തു. ഇനിയുള്ളത് ബുക്സ് എല്ലാം ഉള്ളൂ, ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതൊക്കെയാണ്. പിന്നെ സ്കൂൾ എന്താണെന്ന് ചേച്ചി അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി പാടെ എൻ്റെ അടുത്തുനിന്ന് പിള്ളേർ പറയുന്നത് കേട്ടാ ഒരു പരിപാടി സ്കൂളിൽ. ഇവിടെ ഞങ്ങൾ സെന്റ് ജോസഫ് ഇവിടുത്തെ സ്കൂളിലെ മറസ്കൂളിലെ പിള്ളേരാണെന്ന് പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെട്ടിയും കിടക്കുകയാണ് പൊക്കണം. എന്നെ നോക്കി പഠിപ്പിക്കേണ്ട കാര്യമില്ല.